ഡ്രസ്സ് എടുക്കുമ്പോ എന്താ ശ്രദ്ധിക്കാറ്? ഞാൻ മെയിൻ ആയിട്ട് എന്താ ശ്രദ്ധിക്കാറ് എന്ന് പറയാട്ടോ. ഫസ്റ്റ് ആ ഡ്രസ്സ് കുറച്ച് വെറൈറ്റി ആയിരിക്കണം. അത് ഇടുമ്പോ നമ്മൾ 4 പേരുടെ മുമ്പിൽ പോകുമ്പോൾ കുറച്ചെങ്കിലും ഒരു വേറിട്ട് നിൽക്കണം, കുറച്ച് സെന്റർ ഓഫ് അട്രാക്ഷൻ നമുക്ക് കിട്ടണം. പിന്നെ അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കണം. എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് മാക്സിമം നമ്പർ ഓഫ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സസ് മാക്സിമം എടുക്കുക എന്നുള്ളതാണ്, ഒരുപാട് ബഡ്ജറ്റിലേക്ക് പോവാതെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനും ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ബോസി ലേഡി ബൈ ഡോക്ടർ റോസൻ ചാക്കോ എന്നാണ് നമ്മുടെ പേജ്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ. ഇപ്പൊ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് കംഫർട്ടബിൾ ആൻഡ് ട്രെൻഡി ആയിട്ടുള്ള ഓഫീസ് വെയർസ്, അതുപോലെ കോളേജ് വെയർസ്, പിന്നെ പാർട്ടി വെയർ. അപ്പൊ ഈ ഒരു ഇത് 3 പീസ് സെറ്റ് ആണ് കേട്ടോ. ഒരു റയോൺ സ്ലബ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാനായിട്ട്. വി നെക്ക് പാറ്റേണിലാണ് ഇത് വരുന്നത്. ലേസ് ഉള്ള ഒരു നെക്ക് പാറ്റേണും അതുപോലെ ഷോളും ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന് പോക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു സ്ട്രെയിറ്റ് കട്ട് പാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു സ്ലിം ഫിറ്റ്. ഇപ്പൊ എനിക്ക് അത്യാവശ്യം കുറച്ച് വണ്ണം ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നു ഇതില് അത്യാവശ്യം സ്ലിം ഫിറ്റ് തരുന്നുണ്ട്. ഇതിന്റെ സ്ലീവ് കുറച്ച് ബലൂൺ സ്ലീവ് പോലെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ആയിട്ട് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന ടൈപ്പാണ്. അപ്പൊ ഈ വീഡിയോ ജസ്റ്റ് കണ്ട് സ്ക്രോൾ ചെയ്ത് പോകാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. എന്നാലും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും അല്ലേ? അപ്പൊ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അപ്പൊ തൽക്കാലത്തേക്ക് ബൈ. അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.